എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ അങ്ങല്ലാതാരുമില്ലെനിക്ക്. ആത്മനാഥ ഈ പാരിടത്തിൽ എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഇന്നീഹത്തിൽ നിന്നിലല്ല ദില്ല സന്തോഷം ജീവിതത്തിൽ. തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും പഴിയും നിന്നകളും. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. പ്രിയരെല്ലാം കൈവിടുമ്പോൾ, പ്രതികൂലമായി മാറിടുമ്പോൾ, പ്രാണപ്രിയായി ഏഴയാകും പ്രാണിയെ നീയും കൈവിടുമോ? എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. നല്ലതല്ലാതൊന്നുമില്ല, നീ നൽകുമെല്ലാം നന്മയല്ലോ. നിത്യത തന്നിലെത്തുവോളം നീ നടത്തെന്നെ നിൻഹിതം പോൽ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം 1 വാക്യം വായിക്കാം. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോടുകൂടെ 400 ആളും വരുന്നത് കണ്ടു. തൻ്റെ മക്കളെ ലേയയുടെ അടുക്കലും റാഖേലിൻ്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ച് നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഖേലിനെയും യോസേഫിനെയും ഒടുക്കമായി നിർത്തി. അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്തു ചെന്നു. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു. അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. ഏശാവ് യാക്കോബിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. രണ്ടുപേരും ചേട്ടനും അനിയനും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. ഏശാവ് പിന്നീട് തലപൊക്കി നോക്കിയപ്പോൾ സ്ത്രീകളും കുഞ്ഞുങ്ങളുമെല്ലാം. ഏശാവ് തലപൊക്കി നോക്കി, യാക്കോബ് തലപൊക്കി നോക്കി. ഏശാവ് വരുന്നത് കണ്ടു. ഇപ്പോൾ ഏശാവ് തലപൊക്കി നോക്കി. സാഷ്ടാംഗ നമസ്കാരം കഴിഞ്ഞു. പരസ്പരം ആലിംഗനം ചെയ്തു. സ്നേഹമായി, ഒരു മനസ്സായി, ഹൃദയം സന്തോഷിച്ചു. തലപൊക്കി നോക്കി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ പറയുന്നത് നോക്കൂ. നിന്നോടുകൂടെയുള്ള ഇവർ ആരെന്ന് ചോദിച്ചതിന് ദൈവമടിയിൽ നൽകിയിരിക്കുന്ന മക്കളെന്ന് അവൻ പറഞ്ഞു. യാക്കോബ് പറയുന്ന വാക്ക് കേട്ടോ.
ദൈവം അടിയന് തന്നിരിക്കുന്ന മക്കൾ, അടിയന് ചേട്ടൻ്റെ അടുക്കൽ അനിയൻ പറയുകയാണ്, അടിയന് തന്നിരിക്കുന്ന മക്കൾ, വിനയം, യഥാർത്ഥമായ വിനയം. ഇവരാരെയും ചോദിച്ചതിന് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. അപ്പന് പാവക്ഷമ കിട്ടിയപ്പോൾ മക്കൾക്കും മാറ്റം വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പന് മാറ്റം വന്നു, യാക്കോവിനെ മാറ്റം വന്നു. യാക്കോവ് നമസ്കരിക്കുന്ന ഈ മക്കൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മക്കളും ഭാര്യമാരും എല്ലാം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ ഹൃദയം തകർന്നു. അപ്പൻ്റെ ഉള്ളു തകർന്നു കണ്ടപ്പോൾ അവരുടെ മക്കളുടെ ഹൃദയം തകർന്നു. അവരും വന്ന് യേശാവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു സ്വർഗീയ സമാധാനത്തിൻ്റെ നിമിഷങ്ങൾ, എന്തൊരു ആനന്ദത്തിൻ്റെ നിമിഷങ്ങൾ, എന്തൊരു ശാന്തി, എന്തൊരു സ്വൈര്യത, എന്തൊരു സ്വസ്ഥത, പറഞ്ഞറിയാൻ വയ്യാത്ത സന്തോഷം. നോക്കൂ, പേടിച്ച് അരണ്ട് മരണഭീതിയോടെ വന്ന യാക്കോബ് കഴിഞ്ഞ 20 കൊല്ലം റാഹേലിന് വേണ്ടിയും ലേയയ്ക്ക് വേണ്ടിയും പിന്നീട് ആടുമാടുകൾക്ക് വേണ്ടിയെല്ലാമായി കഴിഞ്ഞ കാലങ്ങൾ, അന്നെല്ലാം ഉള്ളിലൊരു പുഴുക്കടിയുണ്ട്. ഉള്ളിലൊരു പുഴുക്കടി. എന്താണത്? എനിക്ക് എൻ്റെ ചേട്ടനെ കാണുമ്പോൾ കൊല്ലുമല്ലോ, പേടി. ആടുകളെ നോക്കിക്കൊണ്ട് മലഞ്ചെരിയിലൂടെ നടക്കുമ്പോഴും യാക്കോവിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ഞെട്ടൽ. എന്നാലും ചേട്ടനോട് നിരപ്പാകാതെയാണല്ലോ ഞാൻ ഈ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ പ്രയാസമില്ല, പക്ഷേ ചേട്ടനോട് നിരപ്പാകാതെയാണല്ലോ വന്നിരിക്കുന്നത്. യാക്കോവിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് ഒരു നീറ്റൽ. ദൈവത്തിന് സ്തോത്രം. ഈ നീറ്റലുണ്ടാകുന്നത് നല്ലതാണ്. അയ്യോ, ചിലരോട് എനിക്കിപ്പോഴും ഉള്ളിൽ ഒരു ഈർഷ്യയുണ്ടല്ലോ, ചിലരോട് എനിക്കിപ്പോഴും ഒരു മുഷിച്ചിലുണ്ടല്ലോ, ചിലരോടെല്ലാം എൻ്റെ ഉള്ളിലൊരു മുൻവിധി ഉണ്ടല്ലോ. ആ ഒരു നീറ്റൽ അത് നാം തിരിച്ചറിയണം. ഒരു സുബോധം കിട്ടുമ്പോൾ ആദ്യം വരുന്നത് എളിമയാണ്, ആദ്യം വരുന്നത് താഴ്മയാണ്, ആദ്യം വരുന്നത് നിഷ്കളങ്കമായ സ്നേഹമാണ്. സുബോധം കിട്ടിയാൽ ദൈവത്തിന് സ്തോത്രം. ശരിയായ ആത്മീയ സുബോധമാണെങ്കിൽ തീർച്ചയായും നിരപ്പാകും. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അനേകം അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 1973 ഞാൻ അന്ന് 73 10-ാം തീയതി വ്യാഴാഴ്ച പള്ളിയിൽ പ്രസംഗിച്ചതിന് ശേഷം ഞാൻ വന്ന് എല്ലാവരും ഉറങ്ങി. അമ്മ ഉറങ്ങി, ആലീസ് ഉറങ്ങി, പിള്ളേരുറങ്ങി. ഞാൻ പിന്നെ എഴുന്നേറ്റിരുന്നു. ജീവിതമാകെ ശോധന ചെയ്തു, ആകെ നോക്കി. ആരോടെല്ലാമാണ് എനിക്കിഷ്ടക്കുറവുള്ളത്, ആരോടെല്ലാമാണ് എനിക്ക് പരാതിയുള്ളത്, പരിഭവമുള്ളത്, ഓരോന്നോരോന്നായി കണ്ടുപിടിച്ചു. ആരോടെല്ലാമാണ് ചെന്ന് മാപ്പ് ചോദിക്കേണ്ടത്, ആർക്കെല്ലാമാണ് കൊടുത്തു തീർക്കാനുള്ളത്. ഞാൻ ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ വിസ്തരിക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം. അന്ന് രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയായിരുന്നു. ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു, തനിയെ ഇരുന്ന് കരഞ്ഞു. വേറെ ആരും അറിയുന്നില്ല. ആലീസ് അടുത്ത് കിടന്ന് ഉറങ്ങുകയാണ്, പിള്ളേരമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ തനിയെ ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരാറ്റം പോലും, ഒരണു പോലും, ഒരു കറ ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്. അതാ നിൻ്റെ ആ തിരുമാറിൽ നൊഴിയ രക്തത്താൽ നീ എന്നെ കഴുകണമേ, എന്നെ മുഴുവനായി കഴുകണമേ. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തത്. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞങ്ങളുടെ പാടത്ത് കൃഷിസ്ഥലത്ത്, ഇപ്പോൾ കൃഷിയൊന്നുമില്ല, അന്ന് പാടത്ത് കൃഷിസ്ഥലത്ത് ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിൻ്റെ പശുവിനെ കെട്ടി, അറിഞ്ഞുകൊണ്ടല്ല, അദ്ദേഹം മനഃപൂർവ്വമല്ല, ഞങ്ങളുടെ നെല്ല് കുറത്ത് തിന്നു. നല്ല തഴച്ചു വളരുന്ന നെല്ല്. എനിക്ക് അദ്ദേഹത്തോട് നല്ല നീരസമുണ്ടായി. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഉള്ളിൽ ഭയങ്കരമായ കോപം. പക്ഷേ എങ്കിലും കഷ്ടം ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് തന്നെ പശുവിനെ അഴിച്ചുകൊണ്ട് പോയി. അദ്ദേഹത്തിനും പ്ലാനത് തോന്നി. കാരണം തെറ്റാണെന്ന് മനസ്സിലായി. പശു വലിച്ച് കയറ് വലിച്ച് തിന്നതാണ്, മനഃപൂർവ്വമല്ല. അതെനിക്കും അറിയാം മനഃപൂർവ്വമല്ലെന്ന്. പക്ഷേ പിന്നെ അദ്ദേഹം, ഞാൻ പാടത്ത് പോകുമ്പോൾ, ഞാൻ ആ കണ്ടത്തിൻ്റെ വരമ്പത്തോടെ പോകുമ്പോൾ അദ്ദേഹം നേരെ വരുന്നുണ്ടെങ്കിൽ ഞാൻ മാറിക്കടന്നു പോകും. അദ്ദേഹത്തെ മുഖത്തോട് നോക്കി കാണാൻ എനിക്കിഷ്ടമില്ല. ഉള്ളിൽ പരിഭവം. അന്ന് രാത്രി ആഴത്തിൽ എന്നെ കഴുകാൻ കർത്താവ് തീരുമാനമെടുത്ത ആ നല്ല സമയം ഞാൻ തീരുമാനിച്ചു അദ്ദേഹത്തോട് പോയി മാപ്പി ചോദിക്കുമെന്ന്. അദ്ദേഹം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ പാടവും കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും അറിയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് എത്രയും അടുത്ത ദിവസം, എന്നാന്ന് കൃത്യം ഓർക്കുന്നില്ല, തീരുമാനമെടുത്ത് കഴിഞ്ഞതിന് ശേഷം എത്രയും അടുത്ത വേഗം ഞാൻ ചെന്നു, അദ്ദേഹത്തോട് സംസാരിച്ചു. അതിന് വീട്ടിൽ ചെന്ന് സംസാരിച്ചു. ക്ഷമിക്കണം, എനിക്ക് ഉള്ളിലൊരു പരിഭവം ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന്, എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന്.
ദൈവത്തിന് സ്തോത്രം. കാരണം എനിക്കൊരു വഴക്കായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു, എങ്കിലും എനിക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നത് മനസ്സിലായി, അത്രയേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം എനിക്ക് തന്ന ഒരു ഭാഗ്യം അതായിരുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ചിലരെല്ലാം ഉണ്ടായിരുന്ന നീരസങ്ങൾ ഞാൻ കഴുകിക്കളഞ്ഞു. സ്തോത്രം. എല്ലാം കഴുകി. കൊടുത്തു തീർക്കാനുണ്ടായിരുന്ന രൂപ കൊടുത്തു തീർക്കുമെന്ന് തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. വടവൂർ ഹൈസ്കൂളിൽ എന്നെ ഏറ്റവും സഹായിച്ച ഹെഡ് മാസ്റ്റർ മത്തായി സാറിന് കുറച്ച് രൂപയും കൊടുക്കാനുണ്ടായിരുന്നു. അത് 648 462 ഓർക്കുന്നില്ല. ആ രൂപ അത് സാറിൻ്റെ അടുക്കൽ പോയി കൊടുത്ത് മാപ്പി വയ്ക്കുമെന്ന് തീരുമാനിച്ചു. അല്ല, ചില പുസ്തകങ്ങൾ കൊടുക്കാനുള്ള ലൈബ്രറികളിൽ പുസ്തകങ്ങൾ തിരിച്ചു കൊടുക്കുമെന്ന് തീരുമാനിച്ചു. ഞാൻ ഹൈസ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോരുമ്പോൾ അന്ന് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോന്നിരുന്ന ചില പുസ്തകങ്ങൾ മനഃപൂർവ്വമല്ല, വായിക്കാനെടുത്തതായിരുന്നു. അത് സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകമായിരുന്നു. തിരിച്ചു കൊടുത്തിരുന്നില്ല. ആ പുസ്തകങ്ങൾ തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത് മാപ്പി ചോദിക്കാൻ തീരുമാനിച്ചു. 64 9 കൊല്ലം കഴിഞ്ഞ് 73 കോളേജിൽ ഞാൻ ജോലി പ്രവേശിച്ചിട്ട് 9 കൊല്ലം കഴിഞ്ഞ് ഞാനതെല്ലാം തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. സാറും അത്ഭുതപ്പെട്ടു. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. സാറ് എൻ്റെ ഒരപ്പൻ്റെ സ്ഥാനത്ത് സാറ് ഇവിടെ വന്നു താമസിച്ചു. സാറ് മരിക്കുന്നത് ഈ വീട്ടിൽ കിടന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു നാമം. സാറ് ആത്മീയനായി. സാറ് ആത്മീയ വചനം കേട്ടു. വചനത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സാറ് മുത്തായി സാറ് എം വി മുത്തായി സാറ് ഞങ്ങൾക്ക് പലതരത്തിൽ നല്ലൊരു സാധനപാഠമായിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എളിമപ്പെട്ടു. അതുകൊണ്ട് കർത്താവ് കർവ് ചെയ്തു. അദ്ദേഹം മാനസാന്തരപ്പെട്ടു. നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എളിമപ്പെട്ടാൽ അത്ഭുതങ്ങൾ നടക്കും. ഏശാവ് തലപൊക്കി നോക്കി ഈ വലിയ കൂട്ടത്തെ കണ്ടു. ഇതെല്ലാം ആര്? യജമാനെ തുറന്നു പറയുന്നത് വായിക്കാം. നിന്നോടുകൂടെയുള്ള ഇവർ ആരെന്ന് ചോദിച്ചതിന് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കളെന്ന് അവൻ പറഞ്ഞു. ദൈവം അടിയന് തന്നിരിക്കുന്ന മക്കൾ എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവം അടിയന് തന്നിരിക്കുന്ന മക്കൾ. എന്തൊരു വിനയം. സ്തോത്രം. ജീവിതത്തിൽ വിജയം നേടണമോ വിനയം വേണം. ജീവിതത്തിൽ വളർച്ച വേണമോ വിനയം വേണം. പ്രശംസിക്കാൻ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവ്, ഒന്നിലും ആശ്രയിക്കാനില്ല എന്നുള്ള തിരിച്ചറിവ്, ഒന്നിലും സന്തോഷിക്കാനില്ലെന്നുള്ള തിരിച്ചറിവ്. ആകെ സന്തോഷിക്കാം യേശു എൻ്റെ കൂടെ എന്നുള്ളതിൽ മാത്രം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. ക്രൂസിലേ പ്രശംസയുള്ളൂ. ഒന്നിൽ അഭിമാനിക്കാനില്ല. നിങ്ങളുടെ പൂർവികന്മാരിൽ അഭിമാനിക്കാനില്ല. പിതാക്കന്മാരിൽ അഭിമാനിക്കാനില്ല. പൂർവിക കുടുംബ പാരമ്പര്യത്തിൽ അഭിമാനിക്കാനില്ല. നിങ്ങളുടെ സൗന്ദര്യത്തിൽ അഭിമാനിക്കാനില്ല. ആരോഗ്യത്തിൽ അഭിമാനിക്കാനില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ അഭിമാനിക്കാനില്ല. നിങ്ങളുടെ സംഘബലത്തിൽ അത് അഭിമാനിക്കാനില്ല. ഒന്നിലും അഭിമാനിക്കാനില്ല. എല്ലാം നിമിഷ നേരം കൊണ്ട് നമ്മൾ വിട്ടു പറന്നു പോകും എല്ലാം. എന്നാൽ മാറാത്തവൻ യേശു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മാറാത്തവൻ. എല്ലാവരും മാറും, എല്ലാം മാറും. മാറാത്തവൻ യേശു മാത്രം. പാടാം. മാറിടും മനുഷ്യരെല്ലാം. മാറിടും മനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും. മാറിടും മനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവനിൻ മനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നുമെനിക്കായി. മാറ്റമില്ലാത്തവനിൻ മനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നുമെനിക്കായി. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. എല്ലാവരും മാറിപ്പോകും. മനുഷ്യനല്ലേ, മാറ്റം വരാം. പക്ഷേ മാറ്റമില്ലാത്ത ഒരാളുണ്ട്. ആരെല്ലാം നമ്മളെ തെറ്റിദ്ധരിച്ചാലും ശരിയായി ധരിക്കുന്ന ഒരാളുണ്ട്. ആരെല്ലാം നമ്മെ പകച്ചാലും നമ്മെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ആരെല്ലാം നമ്മെ വെറുത്താലും നമ്മെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവുമായിട്ട്
ഒരു സജീവമായ സ്നേഹബന്ധത്തിലേക്ക് വരൂ. യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾ വിളിക്കുന്നുണ്ട്. മോനെ എഴുന്നേറ്റ് പോകാൻ എന്നാണ് കർത്താവ് പറയുന്നത്. നീ എഴുന്നേറ്റ് നിൻ്റെ കരൻ്റെ കയ്യിലേക്ക് തരിക എന്നാണ് കർത്താവ് പറയുന്നത്. ആരോടും പിണക്കമില്ലാത്തതായി, ഹൃദയം സ്വച്ഛ നിർമ്മലമായി, ഹൃദയം ശുദ്ധമായി, കറയില്ലാത്തതായി നീ നിന്നെ തന്നെ വിശുദ്ധീകരിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വരൂ. ഞാൻ നിന്നെ കഴുകാം, എൻ്റെ ചങ്കിലെ ചോര കൊണ്ട് ഞാൻ നിന്നെ കഴുകിയെടുക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മോനെ, നിന്നെ കഴുകാനല്ലേ ഞാൻ രക്തം ചിന്തിയത്. മോളെ, നിൻ്റെ പാപങ്ങളെല്ലാം കഴുകിയെടുപ്പാക്കാനല്ലേ ഞാൻ രക്തം ചിന്തിയത്. ഞാൻ നിനക്കുണ്ടല്ലോ, നിനക്ക് ഞാൻ തുണയായിട്ടുണ്ടല്ലോ, നിനക്ക് ഞാൻ സഹായിയായിട്ടുണ്ടല്ലോ, നിൻ്റെ വേദന കാണാൻ ഞാൻ ഉണ്ടല്ലോ, നിൻ്റെ വേദന ആറ്റി ആശ്വസിപ്പിക്കാൻ ഞാൻ ഉണ്ടല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു നമ്മെ വിളിക്കുകയാണ്, ചേർത്തണയ്ക്കുകയാണ്, നമ്മെ തൻ്റെ തിരുമാറോട് അണച്ചു പിടിക്കുകയാണ്. എന്തിന്? സ്നേഹം തരാൻ, ആ ചുടുചോരയിൽ കൂടി ഈ സ്നേഹം തരാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ ചുടുചോരയിൽ കൂടി സ്നേഹം പകരാൻ അവനിതാ നിങ്ങളുടെ ഹൃദയത്തേക്ക് വന്നിരിക്കുന്നു. സ്നേഹമാണ് തരുന്നത്. യേശുക്രിസ്തു ആരെയും ദ്വേഷിക്കുന്നില്ല, ആരോട് കോപിക്കുന്നില്ല, ആരെയും അകറ്റി നിർത്തുന്നില്ല, ആരെയും ശപിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹം, അനുഗ്രഹത്തിൻ്റെ നിറവായി ക്രിസ്തു തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ നിറവ് ക്രിസ്തു ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ സമ്പത്താണ്. ക്രിസ്തു ഉണ്ടെങ്കിൽ അതിൽ പരം മറ്റൊന്നില്ല. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും യേശു നഷ്ടപ്പെടരുത്. ഓരോ ദിവസവും നിങ്ങൾ അനേകം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ, പല ജോലി കാര്യങ്ങളിലുള്ളവരല്ലേ, ചുമതലകളുള്ളവരല്ലേ, നിങ്ങൾ കുടുംബമുണ്ടല്ലോ. ഓരോ ദിവസവും നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിൽ എല്ലായിടത്തും എൻ്റെ യേശു, എൻ്റെ യേശു എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. എൻ്റെ യേശു. ആരെങ്കിലും ആക്ഷേപിച്ചു കൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല. ആരെങ്കിലും പരിഹസിച്ചു കൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല. നഷ്ടമൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട്, യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങളുടെ ആയുസ്സങ്ങൾ വേർതിരിച്ചാൽ അനന്ത സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമായ സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് നിങ്ങളെ തൻ്റെ അരികിൽ ചേർത്ത് നിർത്തും. നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ നമ്മെ തലോടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നമ്മെ തലോടിക്കൊണ്ടിരിക്കും. അവൻ നമ്മെ തണുപ്പിച്ചുകൊണ്ടിരിക്കും, കുളിർമ തന്നുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ഭാരമേറിയ ചില അവസരങ്ങൾ നേടുമ്പോൾ, പ്രതിസന്ധികൾ നേരിടുമ്പോൾ, പ്രശ്നങ്ങളുടെ മുന്നിൽ പതറി നിൽക്കുമ്പോൾ അവൻ വന്ന് നമുക്ക് വേണ്ടി അവൻ സംസാരിക്കും, നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. സർവ്വശക്തനായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനെന്താണ് വേണ്ടത്? മറ്റൊന്നും ചെയ്യേണ്ട, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി. യേശുവുമായി നിങ്ങൾ നിരപ്പാകുക, മനുഷ്യരുമായി നിരപ്പാകുക. അന്യഞ്ജനം. ദൈവത്തിന് സ്തോത്രം. ഈ കൺസിലിയേഷൻ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതൊരു മഹാഭാഗ്യമാണ്. അന്യഞ്ജനം ലഭിക്കുക. ഏശാവും യാക്കോവും അന്യഞ്ജനപ്പെട്ടു, ഐക്യമായി. എന്തൊരു ശക്തിയാണെന്നോ ഐക്യത്തിന് എന്തൊരു ബലമാണെന്നോ. ചേട്ടനും അനിയനും ഒന്നായി തീർന്നു, വലിയ സന്തോഷം. പിന്നെ നാം കാണുന്നത് ഈ ചേട്ടനും അനിയനും കൂടി അപ്പൻ്റെ ശവസംസ്കാരം നടത്തുന്നു, സന്തോഷമായിട്ടാണ്, ഏകോപിച്ചാണ്. പക്ഷേ യാക്കോബ് വന്നപ്പോഴേക്കും, 20 കൊല്ലം കഴിഞ്ഞ് യാക്കോബ് വന്നപ്പോഴേക്കും റിബേക്ക മരിച്ചു പോയിരുന്നു. യാക്കോബിന് അമ്മയെ കാണാൻ പറ്റിയില്ല. 20 കൊല്ലം മുമ്പ് അമ്മ യാക്കോബിനെ യാത്ര അയച്ചപ്പോൾ കണ്ട ആ മുഖം, അമ്മ എന്തുമാത്രം കരഞ്ഞു കാണും. യാക്കോബിനെ പറഞ്ഞയച്ച് വിട്ടിട്ട്, നിറകണ്ണുകളോടെ യാക്കോബിനെ പറഞ്ഞയച്ച് വിട്ടിട്ട്, 20 കൊല്ലം മുമ്പ് യാക്കോബിനെ പറഞ്ഞയച്ച് വിട്ടിട്ട് അമ്മ എന്തോരം കരഞ്ഞു കാണും, അമ്മ എന്തുമാത്രം വ്യസനിച്ച് കാണും. നിങ്ങൾക്കിതെല്ലാം ഭാവനയിൽ കാണാവുന്നതാണ്. ഇളയ മോനെ റിബേക്കയുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ അമ്മയുടെ ഹൃദയം ഞെളിപിരിക്കൊള്ളുകയായിരുന്നിരിക്കില്ലേ? റിബേക്ക എന്തുമാത്രം കരഞ്ഞു കാണും. ഇപ്പോൾ മോൻ എവിടെ എത്തിക്കാണും? 600 നാഴി ദൂരം ഉണ്ടല്ലോ, എവിടെ എത്തിക്കാണും? യേശവങ്ങാൻ ഓടിച്ചെന്നവൻ്റെ, അവന് അസ്ത്രം ചെയ്യാൻ നല്ല കഴിവുള്ളവനാണ്. അവനും എല്ലാം എയ്ത് വീഴ്ത്തി എൻ്റെ മോനെ കൊല്ലുമോ? എന്തെല്ലാമാണ് റിബേക്കയുടെ മനസ്സിലുള്ള ആങ്സൈറ്റീസ്, മനസ്സിലുള്ളതായ ഉത്കണ്ഠകൾ എന്തെല്ലാമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ അമ്മയെ കാണാൻ പറ്റിയില്ല. 20 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്മയെ കാണാൻ പറ്റില്ല. അമ്മ അപ്പുറം കടന്നു പോയി കഴിഞ്ഞു. ജീവിതം അങ്ങനെയാണല്ലോ, വേർപാടല്ലേ, എല്ലാം അങ്ങനെയല്ലേ. നാം എല്ലാം ഒരു ദിവസം കടന്നു പോകും. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം, എപ്പോഴും ഉണ്ടായിരിക്കണം. എനിക്ക് ഈ രോഗമൊക്കെ ഉണ്ടായതെന്നുള്ളതുകൊണ്ടല്ല എനിക്ക് ഇത് ചിന്ത. ഞാൻ ഈ രോഗമൊന്നും വരുന്നതിന് മുമ്പും
എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്ന ഒരു ചിന്ത, എപ്പോഴും കടന്നു പോകുക, ഏത് സമയത്തും കടന്നു പോകുക. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും കടന്നു ചെല്ലുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ തിരുമുഖം എനിക്ക് നഷ്ടപ്പെടരുത്. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും യേശുവിൻ്റെ സ്നേഹമുള്ള മുഖം എനിക്ക് നഷ്ടപ്പെടരുത്. യേശു എൻ്റെ നേരെ കനിഞ്ഞു നോക്കുന്നത് എനിക്ക് കാണണം. യേശു ഒരു കരവും നീട്ടി എന്നെ സ്വീകരിക്കുന്നത് എനിക്ക് കാണണം. നല്ലൊരു വിശ്വസ്തനായ ദാസനെ എന്നുള്ള അവൻ്റെ ഇമ്പസ്വരം കേൾക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കണം. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം പോകാനാ ഈ ലോകത്ത്, എന്തെല്ലാം പോകാനുണ്ട്, എല്ലാം പോട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഉറപ്പുണ്ടായിരിക്കണം. ജീവിതത്തിലൊരു നല്ല ദൃഢനിശ്ചയം വേണം. ഉറപ്പാണ്, കർത്താവേ ഞാൻ എപ്പോഴും നിന്നോടുകൂടെ, എവർ വിത്ത് ജീസസ്, എപ്പോഴും നിന്നോട് കൂടെ. നിങ്ങളുടെ ജോലി സ്ഥലത്തിരിക്കുമ്പോൾ ദൈവത്തോടു കൂടെ, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോടു കൂടെ. അന്നേരം ഒന്നും കർത്താവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞാൽ കഴിവോട് തിരിഞ്ഞ് കുരിശിരിക്കേണ്ട കാര്യമൊന്നുമില്ല, വേണ്ട. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ യേശുവിനോട് കൂടെ, നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നു അവിടെ എല്ലാം യേശുവിനോട് കൂടെ. പരീക്ഷകളിലിരിക്കുമ്പോൾ മാത്രമല്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, അതല്ല വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും, അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴും, കറിക്ക് നുറുക്കുമ്പോഴും, എല്ലാം എപ്പോഴും എവർ വിത്ത് ജീസസ്. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ശക്തിയാണെന്നോ, ഹല്ലേലൂയ, എന്തൊരു ബലമാണെന്നോ. യേശു കൂടെയുണ്ട് എന്നുള്ളതായ ധൈര്യം, യേശു കൂടെയുണ്ട് എന്നുള്ളതായ ഉറപ്പ്, എന്തെല്ലാം വന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇന്ന് ഞാൻ കടന്നുപോയാൽ, ഈ നിമിഷം ഞാൻ കടന്നുപോയാൽ എൻ്റെ യേശുവിൻ്റെ അരികിൽ ഞാൻ എത്തും, യേശുവിൻ്റെ പാദപീഠം ഞാൻ ചുംബിക്കും. ഈ ഒരു ഉറപ്പ് നമുക്ക് വേണം. വെറുതെ ആഗ്രഹിച്ചാൽ പോരാ, അതിന് വിഘ്നമായിട്ട് തടസ്സമായിട്ടുള്ളതെല്ലാം മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളിലാണോ തടസ്സമുള്ളത് എല്ലാം മാറ്റിക്കൊള്ളണം. ഒട്ടും വൈകരുത്. ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസവും ഞാൻ തിരുവചനം സംസാരിക്കാൻ നിൽക്കുമ്പോഴും ഞാൻ ആദ്യം ചിന്തിക്കുന്നതാണ്, എൻ്റെ അവസാനത്തെ പ്രസംഗമാണോ ഇത്? ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകാനല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ മനസ്സിലെപ്പോഴും അവസാനത്തെ പ്രസംഗമായിരിക്കും എന്ന്. ഏതെങ്കിലും സംഭവം നടന്നു കഴിയുമ്പോൾ ഇതിനു വേണ്ടി കൂടി ആയിരിക്കും കർത്താവ് എനിക്ക് ആയുസ് നീട്ടി തന്നത്. ദൈവത്തിന് സ്തോത്രം. ഓരോരോ കടമകൾ കടക്കുമ്പോഴും യേശുവേ നീ എനിക്ക് ആയുസ് നീട്ടി തന്നല്ലോ, ആയുസ് നീട്ടി തന്നല്ലോ. തീരുമായിരുന്നല്ലോ, അല്ല തീർന്നല്ലോ, തീർന്ന ജീവിതം നീ പുതുക്കി തന്നല്ലോ. ദൈവമേ നീ എനിക്ക് ആയുസ് നീട്ടി തന്നല്ലോ. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത്, നിങ്ങൾ ഭീരുക്കളായി തീരരുത്. നല്ല ധൈര്യമുള്ള ജീവിതം, നല്ല പ്രത്യാശയുള്ള ജീവിതം, നല്ല പ്രസന്നതയുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കാം. കർത്താവിന് സ്തോത്രം. യേശാവും യാക്കോവും ഒരുമിച്ച് കണ്ടു. യാക്കോബ് തലപൊക്കി നോക്കി, യേശാവും 400 ആൾ മരുന്നത് കണ്ടു. യേശാവ് തലപൊക്കി നോക്കി, യാക്കോവിൻ്റെ കൂടെയുള്ള യാക്കോബിൻ്റെ ഭാര്യമാരെയും മക്കളെയും ആടുപണികളെയും എല്ലാം കണ്ടു. ദൈവത്തിന് സ്തോത്രം. തലപൊക്കി നോക്കുക. എന്തിന്? അനുരഞ്ജനത്തിന്, കൺസിലിയേഷന് വേണ്ടി. തലപൊക്കി നോക്കുക, വാഗ്ദത്തം ലഭിക്കുന്നതിന് വേണ്ടി. തലപൊക്കി നോക്കുക, സമർപ്പണം എടുക്കുന്നതിന് വേണ്ടി. തലപൊക്കി നോക്കുക, ദൈവത്തിൻ്റെ കരുത്ത് കാണാൻ വേണ്ടി. തലപൊക്കി നോക്കുക, അനുരഞ്ജനത്തിന് വേണ്ടി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ. നിങ്ങളിപ്പോൾ എന്ത് തീരുമാനിക്കുന്നു? നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന കർത്താവിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവിനോട് നിങ്ങൾക്ക് എന്തിപ്പോൾ പറയാനുണ്ട്? കർത്താവേ ഞാൻ തീരുമാനിക്കുന്നു, നീ ആരുമായിട്ടും പിണങ്ങിയിരിക്കില്ല, ഉള്ളിൽ പോലും ഈർഷ്യയുണ്ടായിരിക്കില്ല, ആരോടും ഇല്ല കർത്താവേ, ഇല്ല, എല്ലാം തീർന്നു. ഇവിടെ ഞാനിതാ ഈ കരുവേലയത്തിൻ കീഴിലെല്ലാം കുഴിച്ചു മൂടുന്നു. യാക്കോബ് കരുവേലയത്തിൻ കീഴിൽ കുഴിച്ചിട്ടതുപോലെ കർത്താവേ ഈ കരുവേലയത്തിൻ കീഴിൽ ഞാനെല്ലാം കുഴിച്ചിടുന്നു. എല്ലാം ഇവിടെ ഈ സ്ഥലത്ത് ഞാനിതാ കുഴിച്ചു മൂടുകയാണ്. എല്ലാം വഴക്കും പിണക്കവും ഇഷ്ടക്കുറവും മുഷിച്ചിലും എല്ലാം നീരസവും കയ്പും പരാതിയും പരിഭവവും എല്ലാം ഇവിടെ ഇതാ കുഴിച്ചു മൂടുന്നു. കർത്താവേ ഞാൻ സ്വതന്ത്രനായി ഞാൻ എഴുന്നേൽക്കട്ടെ. ഈ നൂലാമലകളിൽ എന്നിൽ മാറ്റി ഞാൻ സ്വതന്ത്രനായി എഴുന്നേൽക്കട്ടെ. ഈ അലങ്കോലങ്ങളിൽ എന്നിൽ മാറ്റി ഞാൻ സ്വതന്ത്രനായി എഴുന്നേൽക്കട്ടെ. സ്വാതന്ത്ര്യം, ആന്തരികമായ സ്വാതന്ത്ര്യം കർത്താവേ എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ, കർത്താവേ ഇനി മുതൽ കർത്താവേ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവേ ഈ നിമിഷം മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. സ്നേഹം മാത്രമുള്ളൊരു മനുഷ്യനായി ജീവിക്കും. എളിമ മാത്രമുള്ള മനുഷ്യനായി ജീവിക്കും. യേശുവിൻ്റെ സ്വഭാവമുള്ളൊരു മനുഷ്യനായി ഞാൻ ജീവിക്കും. യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ മനസ്സ്. ഹല്ലേലൂയ, എൻ്റെ യേശുവേ അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് എൻ്റെ യേശുവിൻ്റെ ഹൃദയമാണ് വേണ്ടത്.
യേശുവിൻ്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്, യേശുവിൻ്റെ വിശുദ്ധിയാണ് എനിക്ക് വേണ്ടത്, യേശുവിൻ്റെ കൃപയാണ് എനിക്ക് വേണ്ടത്. യേശുവേ, എനിക്ക് യേശുവിനെയാണ് വേണ്ടത്. യേശുവേ, യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ, നീ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ വാഴണമേ, എന്നെ നീ ഭരിക്കണമേ, എന്നെ നടത്തണമേ, എന്നെ നയിക്കണമേ. നാഥ, നിന്റെ കരങ്ങളിലേക്ക് ഈ നിസ്സാര ജീവിത ഞാൻ പരവേൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമർപ്പിക്കുമോ നിങ്ങൾ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുമോ? യേശുവേ, ഞാനിവിടെ ഉണ്ട്. യേശുവേ, എൻ്റെ കൈപ്പണിയായി ഞാനിതാ ഇവിടെയുണ്ട്. യേശുവേ, ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നാഥ, എൻ്റെ ജീവിതം മുഴുവൻ അർപ്പണം ചെയ്യുന്നു. നീ തരുന്ന വാഗ്ദത്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, നിനക്കായി ജീവിതം സമർപ്പിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടിയുള്ള നിൻ്റെ കരുതൽ കണ്ടുകൊണ്ട്, എൻ്റെ യേശുവെ എല്ലാവരോടും അനുരഞ്ജനപ്പെട്ടുകൊണ്ട്, ദൈവത്തോടും മനുഷ്യരോടും അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ആ തീരുമാനം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ പുതിയ മനുഷ്യൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ പറയുക. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ. അങ്ങനെ വാക്ക് പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹവാനേ, മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഏത് മനോഹരമായ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഒരർഹതയില്ലാഞ്ഞിട്ടും നീ ഞങ്ങളുടെ അരികത്തിലേക്ക് എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. ഞങ്ങൾ അയോഗ്യരായിട്ടും നിങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, പാവികളോട് കരുണ ചെയ്യുന്നതിനായി കർത്താവേ, ഞങ്ങളെ സ്നേഹിച്ച ഈ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് പകരം തരും കർത്താവേ. ഞങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അപ്പോൾ ഈ സമർപ്പണം എടുത്ത ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ, ബന്ധനങ്ങൾ അഴിച്ചു മാറ്റണമേ, രോഗങ്ങൾ നീക്കണമേ, ശാപങ്ങൾ മാറ്റണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, കുടുംബ ഐശ്വര്യം നൽകണമേ, കുടുംബ സമാധാനം നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.